വാട്ട് വിൽ ഹാപ്പൻ വാട്ട് വിൽ ദിസ് ഹാപ്പൻ വേണ്ട. നെഞ്ചിൽ സൂചി കൊണ്ട പോലെ എന്താണോ വാട്ട് വിൽ ഹാപ്പൻ അതല്ലേ. പെൺകുട്ടിയൊക്കെ എപ്പോഴും ചീത്ത കുട്ടികളായിരിക്കും ഇഷ്ടം. അത് ശ്രദ്ധിച്ചിട്ടില്ല? പാവപ്പെട്ട ഒരുത്തിന് ഒന്നിനും കൊള്ളാത്ത ഒരുത്തിനെ പെൺകുട്ടികൾ സ്നേഹിക്കില്ലെന്ന് ഞാൻ പറഞ്ഞല്ല. എൻ്റെ ഏട്ടനെ ചേച്ചി പ്രേമിച്ചില്ലേ? അപ്പോ അല്ല ആ കാലത്ത് അപ്പൊ ഏതെങ്കിലും സമയത്ത് അർപ്പിതയെ പേടിച്ചിരുന്നു? പേടിച്ചില്ല, അർപ്പിത എന്നെ പേടിച്ചിരുന്നു. കാരണം എവിടെയും പോയി ഇവനെ ആരെങ്കിലും നാട്ടുകാരൊക്കെ പിടിച്ചു കെട്ടിയിടുവോ. ഫുഡും കൂടെ ഇല്ല നമ്മള് ബോറടിച്ചേനെ. സത്യം ധനികനാണല്ലോ, ഭൂഷ. ഞാനാണെങ്കിൽ ദരിദ്രവാസി. ഓക്കെ, ഞാൻ അച്ഛനെ കണ്ട് അച്ഛന്റെ ദുശീലങ്ങളും ചീത്ത കാര്യങ്ങളും പഠിച്ച ആളാണ്. അച്ഛൻ പുക വലിക്കുന്ന കണ്ടിട്ട് അച്ഛനെ പോലെ വലിക്കണം. അച്ഛൻ അണ്ണൻ അടിക്കുന്ന കാണുന്ന സമയത്ത് ഞാൻ അതൊരു തട്ടത്തിൻ മറയത്ത് എന്ന് പറഞ്ഞ സിനിമ ചെയ്തതിന് എന്തൊരു സൂപ്പർ ഹിറ്റ് സിനിമ ചെയ്തു പുള്ളി. അതിനുശേഷമാണ് തിര എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നത്. എന്നെ പോലത്തെ ഒരു അലവലാദീനെ സിനിമയെ കൊണ്ടുവരണം എന്ന് പുള്ളി ഒരാൾ ചിന്തിക്കുമോ? എന്ന് വെച്ചാൽ തലതെറിച്ച ആൾക്കാരെയൊക്കെ കൊണ്ട് സിനിമയിലോട്ടാണ് കൊണ്ടുവരുന്നത്. അല്ല, അങ്ങനെ ചെയ്യുന്ന ഒരു ബുദ്ധിയില്ലാത്ത വ്യക്തിയാണ് വിനീത് ശ്രീനിവാസൻ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഇത്രയും കണ്ണിങ് കള്ളത്തരേ പറയുവായത് പറഞ്ഞ അങ്ങനെയുള്ളൊരു മനുഷ്യൻ, അതും ശോഭന ചേച്ചിന്റെ ഓപ്പോസിറ്റ് എന്നെ പോലത്തെ ഒരാളെ പിടിച്ചിടുമ്പോ പുള്ളി 100 തവണ ആലോചിച്ചിട്ടുണ്ടാവില്ലേ? കാരണം അത്രയും നല്ല നടനായത്. തിരയിലുള്ള ആ ആംഗ്രി യങ് മാൻ അല്ലേ, ഞാൻ ഭയങ്കര ആംഗ്രി യങ് മാൻ ആയിരുന്നു ആ സമയത്ത്. ഈ ബേസിൽ എന്ന് പറഞ്ഞ അവൻ എന്നെ കൊണ്ടുപോയി കുഞ്ഞിരാമായണം ജയിപ്പിച്ച് എന്നെ പൊട്ടനാക്കി. അർജുൻ റെഡ്ഡി ആയിരുന്ന ഞാൻ ഇങ്ങനെ ഇരുന്ന ഞാൻ എന്നെ മറ്റേ പൊട്ടൻ ലാലുവാക്കി. എന്നെ പുറത്തുള്ള ആൾക്കാർ പോലും ഞാൻ ആംഗ്രി കാണിച്ചാലും കോമഡി എന്ന് പറയുന്ന അവസ്ഥാനം. എൻ്റെ കാര്യം കൗമാരപ്രായത്തിൽ എന്നോട് ചോദിക്കുവാണെങ്കിൽ എനിക്ക് ലെസ്റ്റ് ആയിരിക്കും. 18-20 വയസ്സുള്ള സമയം വെച്ചാൽ ഹൈ സെക്സ് ഡ്രൈവ് ഉണ്ടാവുന്ന സമയമാണ്. എന്ന് വെച്ചാൽ ആരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയല്ല. Someone stepped into my life. ഏതാ പാട്ടെന്ന് അറിയാമോ? ഇത് തെറ്റാണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി പോലും പ്രൊഡ്യൂസറിനല്ലല്ലോ. ആ പോസ്റ്ററിലൊക്കെ ധ്യാന്റെ ഒരു പ്രത്യേക എക്സ്പ്രഷൻ മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് മൊത്തം പടത്തിലെ എക്സ്പ്രഷൻ. അതെങ്ങനെയായിരുന്നു എക്സ്പ്രഷൻ? അത് എക്സ്പ്രഷൻ എന്ന് അറിയാമോ? ഇടയ്ക്ക് കഥ മനസ്സിലാവില്ലല്ലോ, ആ സാധനമാണത്. പേടിച്ച് പടച്ചോനെ ഡയറക്ടർ അങ്ങനത്തെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ. കഥ അറിയില്ല, ഏതാ സീന്, ഏത് സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല. ദുർഗ ഏതൊരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു കേട്ടോ, പുള്ളിക്കാരിക്ക് അതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ടായിരുന്നു പരിപാടി. എനിക്ക് ഒരു ഹാങ് ഓവറും ഇല്ല, ഒരു തേങ്ങയില്ല. വൈകുന്നേരമാകുമ്പോൾ മറ്റേ സ്കൂൾ വിടുന്ന പോലെ ഫസ്റ്റ് ഞാൻ ഓടിപ്പോകും. കാറൊക്കെ ഫസ്റ്റ് സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് കുട്ടികൾ ഓടിപ്പോകൂലേ, അതുപോലെ. എന്ന് വെച്ചാൽ പാക്കപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് വിട്ടിട്ടുണ്ടാവും. ഇതിനെന്താ ഉപ്പ്, ഇത് പരിപ്പിലെന്താ ഉപ്പില്ലാത്തെന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ അസിസ്റ്റന്റിനോടൊക്കെ ചോദിക്കായിരിക്കും. അപ്പോൾ അതാണ് മൂഡ്. ഞാൻ അത് ചില പടങ്ങളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അതാ അവസ്ഥ. അത് പിടിക്കും കേട്ടോ, ഏത് ചായക്ക് മധുരമില്ല ആ റിയാക്ഷൻ. ഓക്കെ, രാത്രി ഭയങ്കര തിരക്കായിരിക്കും. പക്ഷെ രാത്രി പൊതുവെ മദ്യപാനം, ചീത്തക്കൂട്ടുകെട്ട് എല്ലാം. ഞാൻ ആഴ്ചക്ക് സാധനങ്ങൾ വാങ്ങിച്ചു വെക്കും. എന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരിക്കും ആ സമയത്ത്? ബിയർ വലിക്കില്ല, ബിയർ വാങ്ങണം, മദ്യക്കുപ്പി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ശേഖരിച്ച് റൂമിൽ വെക്കുക. ഇടയ്ക്ക് ഞാൻ രാവിലെയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഉറക്ക തലേദിവസത്തെ ഒരു ഹാങ് ഓവറിൻ്റെയോ ഇതിൻ്റെയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ തലവേനൊക്കെ എടുത്ത് എഴുന്നേറ്റ് പുറത്തോട്ട് വരുന്ന സമയത്ത് ഹലോ നീ ഇവിടെ ഉണ്ടായിരുന്നു? ഞാൻ 1 മാസമായിട്ട് അകത്തുണ്ട്. 1 മാസമൊക്കെ ആയിട്ട് ചിലപ്പോൾ അകത്തായിരിക്കും. ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ ഡൈൻ വിത്ത് ലവ്. മലയാള സിനിമ കണ്ട ഏറ്റവും സത്യസന്ധനായ ഒരു ആക്ടറിനെയാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. എന്ത് ചോദിച്ചാലും സത്യം മാത്രമേ പറയുള്ളൂ. സത്യമേ ജയതേ എന്ന് പറഞ്ഞു നടക്കുന്ന നമ്മുടെ സ്വന്തം ധ്യാൻ ശ്രീനിവാസൻ. വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. അയ്യോ സോറി, ഡൈൻ വിത്ത് ലവ്. എന്താണെന്നറിയോ, എനിക്ക് ധ്യാനെ ഐസ് ബ്രേക്ക് വിത്ത് വീണയിലേക്ക് കൊണ്ടുവരാനുള്ള ഭയങ്കരമായ അഗാധമായ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടന്നില്ല. എങ്കിൽ പിന്നെ ധ്യാനിനെ കുറച്ച് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തന്നിട്ട് ധ്യാനിന്റെ ഉള്ളിലെ സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇത് പുതിയ പരിപാടിയാ? അല്ല, ഇത് കുറച്ചു കാലമായിട്ടുള്ള പരിപാടിയാ. കറക്റ്റ് ഗസ്റ്റിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ എന്നോട് ഇതിനു മുൻപ് ഞാൻ വിനീത് ശ്രീനിവാസന്റെ ഇന്റർവ്യൂ എടുത്തപ്പോ വിനീത് ഏട്ടൻ എന്നോട് പറഞ്ഞിരുന്നു, ധ്യാനും വീണയും കൂടി ഇരിക്കുന്ന ഒരു ഇന്റർവ്യൂ, അതാണ് എന്റെ സ്വപ്നം എന്ന് പറഞ്ഞിരുന്നു. ആ സ്വപ്നമാണ് നമ്മളിന്ന് സഫലമാക്കുന്ന. ധ്യാനെ അറിയാവോ? ഇത് വല്ല അറിഞ്ഞിരുന്നോ? ഞാൻ എന്താ ആരോ അയച്ച ഇതിൽ വരുമല്ലോ. എത്രയും ബിൽഡപ്പ് ചെയ്തിട്ട് ഞാൻ തൊടൊന്നും പറയില്ല.
ആരും എനിക്ക് നമ്മളെ ഇത് യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഇത് വരില്ലേ കുട്ടി കുട്ടി ചെറിയ കട്ട് ചെയ്ത് നിങ്ങൾ തന്നെ കട്ട് ചെയ്തിട്ട് നിങ്ങൾ തന്നെ കട്ട് ചെയ്തിട്ട് ഇറക്കും. അതിൽ ഞാൻ കണ്ടായിരുന്നു. ആണ് അങ്ങനെ കണ്ടിരുന്നല്ലേ? അപ്പൊ അതിന്റെ ഭാഗമായിട്ട്. പക്ഷെ എന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്നറിയോ? ഇന്റർനെറ്റിൽ ഒരു 25 ഇന്റർവ്യൂ എങ്കിലും ഞാൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇതിന് പുറത്തൊരു പുതിയ സാധനം കൊണ്ടുവരണം, പുതിയ ചോദ്യങ്ങൾ വരണം. അതാണ് എന്റെ പൊന്നു ധ്യാനം. അത് എന്റെ മുന്നിലുള്ള ഭയങ്കരമായ ഒരു ടാസ്ക് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന ഇവിടെ വരുമ്പോ എന്തായാലും അർപ്പിതയും വാവയും വരും. അവർ രണ്ടുപേരെയും കൂടെ ഇവിടെ പിടിച്ചിരുത്താമെന്ന് ഞാൻ ഭയങ്കരമായി പ്രതീക്ഷിച്ചിരുന്നു. അവരെന്താ അവിടെ പോയി തന്നെ ഇരുന്ന് കഴിക്കുന്നേ? അവര് ഇല്ലല്ല, അവർക്ക് മോള് മലയാളം അറിയാത്തോണ്ട്. മലയാളം അറിയുള്ളൂ. എനിക്ക് മലയാളം അറിയുള്ളൂ. ഇംഗ്ലീഷ് അറിയാം. എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. അതാ അവർക്ക് ഇംഗ്ലീഷ് മാത്രമേ. ശരിക്കും ഇംഗ്ലീഷ് അറിയാവോ? എനിക്ക് അറിയത്തില്ല. അവർക്ക് ഇംഗ്ലീഷ് അറിയാം. ആണോ? രണ്ടുപേർക്കും പേര് ഐസ് ബ്രേക്ക് വിത്ത് വീണ ഇംഗ്ലീഷ് അറിയില്ല. ഡൈൻ വിത്ത് ലവ് ഇംഗ്ലീഷ് അറിയില്ല. ഞങ്ങള് പേരിലൊക്കെ ഒരു ഗമയ്ക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. എല്ലാം ഗംഭീരാക്കിയിട്ടുണ്ട്. വെറൈറ്റി ചോദ്യങ്ങളായിരിക്കണേ. അതാണ് എന്റെ മുന്നിലുള്ള വലിയ ടാസ്ക്. അപ്പൊ നമ്മളിന്നുള്ളത് ലേ മെറിഡിയനിലെ ഷെഫ് പിള്ള റെസ്റ്റോറൻറ്റിലാണ്. ഗംഭീരമായ ഫുഡ് ഐറ്റംസ്, 8 കോഴ്സ് സ്റ്റാർട്ടേഴ്സ് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ സ്റ്റാർട്ടേഴ്സ് പലതും വന്നുകൊണ്ടിരിക്കും, ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ അതിനിടയ്ക്ക് സംസാരിക്കുകയും ചെയ്യും. അങ്ങനെയാണേ ആദ്യം ഞാൻ വിനീതേട്ടൻ പറഞ്ഞതിന് തുടങ്ങാം. വിനീതേട്ടൻ പറഞ്ഞ ധ്യാൻ ഒരിക്കലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ധ്യാൻ ഫുൾ ടൈം വീടിനകത്ത് മറ്റേ ഇങ്ങനെ സന്യസിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. സത്യമാണോ ധ്യാനെ? ഇത് ഞങ്ങള് പുള്ളി കല്യാണം കഴിക്കുന്നതിന് മുന്നേ ബാച്ചിലർ ആയിരുന്ന സമയത്ത്, കല്യാണത്തിന് എനിക്ക് 2010, 11, 12 ആ സമയമൊക്കെ ഞങ്ങൾ ഒരുമിച്ചാ. 9, 10, 11, 12 ഒക്കെ എനിക്ക് തോന്നുന്നു മലർവാടിയൊക്കെ പുള്ളി ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പം പുള്ളിയുടെ ഫ്ലാറ്റാ പുള്ളി എടുത്തിരിക്കുന്നത്. രാവിലെ ഭൂഷ. അപ്പോ ഞാനാണെങ്കിൽ ദരിദ്രവാസി. ഓക്കെ, ഞാൻ ആ സമയത്ത് വീട്ടിൽ നിന്ന് ഫാദറിന്റെ ഇൻകം ഒക്കെ നിലച്ചു കംപ്ലീറ്റ് ആയിട്ട്. ഫാദർ വീട്ടിൽ നിന്ന് കാശില്ല, 5 പൈസ തരില്ല. ഔട്ട്സൈഡാ. ചേട്ടന്റെ ബലത്തിലാണ്, പിൻബലത്തിലാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. പക്ഷെ എങ്ങനെയെങ്കിലും ചേട്ടനെ ഊറ്റി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പം പുള്ളി എനിക്ക് എല്ലാ ദിവസവും കുറച്ച് ദിവസങ്ങളിലോളം പൈസ തരും. ആഴ്ചയൊക്കെ കൂടുന്നോളം എനിക്ക് കാശ് തരും. കാശൊക്കെ തരും. കണക്ക് വെച്ചിരിക്കും. പക്ഷെ ഇതിന്റെയൊക്കെ കണക്ക് വെച്ചിട്ട് പൈസ തരും. എന്തെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഒന്നും കൊടുത്തിട്ടില്ല. അത് മതി. പക്ഷെ കണക്കുണ്ട് പുള്ളി പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല. പല ദിവസങ്ങളിലും ഞാൻ രാവിലെ കിടന്നുറങ്ങും, രാത്രി ഭയങ്കര തിരക്കായിരിക്കും. പക്ഷെ രാത്രി പൊതുവെ മദ്യപാനം, ചീത്തക്കൂട്ടുകെട്ട് എല്ലാം ആ പ്രായത്തിൽ എൻ്റെ 18, 19, 20 വയസ്സിലുണ്ടായിരുന്ന എല്ലാ തോന്നിയവാസങ്ങളും, ശീലങ്ങളും തോന്നിയവാസങ്ങളൊക്കെ ഉള്ള സമയം. അപ്പോൾ ഇതൊക്കെ രാത്രി കാലങ്ങളിൽ ഞാൻ തിരക്കും. രാത്രി കാലങ്ങൾ പൊതുവെ മനുഷ്യന്മാർ കിടന്നുറങ്ങും. ഞാൻ രാത്രി കാലം ഭയങ്കര ബിസിയാണ്. അപ്പോൾ ഞാൻ ആഴ്ചക്ക് സാധനങ്ങൾ വാങ്ങിച്ചു വെക്കും. നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് ഒരാഴ്ചക്കുള്ള പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു വെക്കുമല്ലോ. പച്ചക്കറി, അരി, ചില ആൾക്കാർ നാട്ടിൻപുറത്തൊക്കെയാണ് ഒരു മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കും. അതുപോലെ ഞാൻ ആഴ്ച 2 ആഴ്ച കൂടുമ്പോഴൊക്കെയുള്ള സാധനങ്ങൾ, നിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരിക്കും ആ സമയത്ത്? ബീർ വലിക്കില്ല, ബീർ വാങ്ങണം, മദ്യക്കുപ്പി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആവശ്യത്തിന് വാങ്ങിച്ചിട്ട് നമ്മൾ ശേഖരിച്ച് റൂമിൽ വെക്കുക. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആഴ്ചക്ക് പുറത്തിറങ്ങിയാൽ മതിയല്ലോ. കൂട്ടുകാരികളല്ല, കൂട്ടുകാർ വീട്ടിലോട്ട് വരും. അപ്പം ചേട്ടൻ പൊതുവേ രാവിലെ പുറത്തിറങ്ങുകയും സിനിമയ്ക്ക് പോവുകയും കറങ്ങുകയും പരിപാടി. നമ്മൾ അതൊന്നും എല്ലാം നമ്മുടെ വീടിനകത്താണ്, നമ്മുടെ ലോകം. അപ്പോൾ എത്രയോ ദിവസങ്ങൾ ഞങ്ങൾ ഒരേ വീടിനകത്ത് ഒരുമിച്ചുണ്ടായിട്ട് പോലും കാണാത്ത മാസങ്ങളോളം നമ്മൾ കണ്ടിട്ട് പോലുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നുവെച്ചാൽ ഒരു വീട്ടിനകത്ത് താമസിച്ചിട്ട്. ശരിക്കും സത്യമാണ് കേട്ടോ. ഇടയ്ക്ക് ഞാൻ രാവിലെയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും തലേദിവസത്തെ ഒരു ഹാങ് ഓവറിൻ്റെയോ എന്തിൻ്റെയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ തലവേനയൊക്കെ എടുത്ത് എഴുന്നേറ്റ് പുറത്തോട്ട് വരുമ്പോൾ സമയത്ത് ഹലോ നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ 1 മാസമായിട്ട് അകത്തുണ്ട്. 1 മാസമൊക്കെ ആയിട്ട് ചിലപ്പോൾ അകത്തായിരിക്കും. ഞാൻ 1 മാസത്തോളമൊക്കെ, 1 മാസം 2 മാസമൊക്കെ ഞാൻ 1 മാസം കുറഞ്ഞത് വീട്ടിന് പുറത്തിറങ്ങാതെയൊക്കെ. കാരണം ഹോം ഡെലിവറി ഉണ്ടെന്ന് കാര്യങ്ങൾ, ഇതൊക്കെ ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് സ്വിഗ്ഗി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇന്നായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വഷളായി പോയി. അതുകൊണ്ട് ക്വാറന്റൈൻ ഒക്കെ ചില്ലായിരുന്നല്ലേ? ഇത് നമുക്ക് ഇതൊന്നും നമ്മളെ അറിഞ്ഞിട്ടേ ഇല്ല, ബാധിച്ചിട്ടില്ല എന്നെ. ഒരു രീതി സത്യമായിട്ട് എന്നെ ബാധിച്ചിട്ടില്ല. കാരണം ഞാൻ ഇത് ശീലിച്ച് എന്താ പറയുക, അത്രയും വർഷങ്ങളായിട്ട് ഞാനതിനെ എന്താ പറയണ്ടേ, ശീലിച്ചെടുത്ത എൻ്റെ ഒരു ഇതുണ്ടല്ലോ. അതുകൊണ്ട് എനിക്കത് ബാധിച്ചിട്ടില്ല. പക്ഷേ ഇത് വന്ന സമയത്ത്, ക്വാറന്റൈൻ വന്നപ്പോൾ ഇതൊന്നും കിട്ടാത്തതിൻ്റെ വേദന ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഞാൻ പൊതുവെ ഇതൊക്കെ ഈ സ്വഭാവമൊക്കെ, ഈ ദുശീലങ്ങളൊക്കെ ഒന്ന് ഒതുക്കി.
ഭക്ഷണത്തിലോട്ട് ശ്രദ്ധ, അത് കാണാറുണ്ട് ശരീരത്തില്, നന്നായിട്ട് കാണാറുണ്ട്. ബോഡി ഷേമിങ്. അയ്യോ അല്ല, ഭക്ഷണത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് നന്നാവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരവും നന്നാവും അല്ലേ? അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പം ക്വാറന്റൈൻ സമയം ഞാൻ എന്ന് വെച്ചാൽ എനിക്ക് യാതൊരുവിധ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഞാൻ അനുഭവിച്ചെന്ന് വെച്ചാൽ പലർക്കും ഡിപ്രഷനും സങ്കടവും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ എന്നെ ബാധിച്ചിട്ടില്ല, ഉണ്ടായിട്ടില്ല. സത്യം ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള ധ്യാനിനെ ഈ അർപ്പിത എങ്ങനെയാണ് പ്രേമിച്ചത്? ചിലപ്പോൾ ഇത് ഭയങ്കര ക്ലീഷേ ക്വസ്റ്റ്യൻ ആയിരിക്കും, എന്നാലും എനിക്ക് ആ ആത്മാർത്ഥത അറിയാൻ വേണ്ടിട്ട് ചോദിക്കുന്നത്. ഇത്ര മാത്രം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല, നമ്മുടെ കയ്യിലിരിപ്പ് ഗംഭീരം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരാള് ശരിക്കും അതൊക്കെ കണ്ടിട്ടാണോ ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പറയുന്ന സിനിമ അതിലുള്ള കുറെ നിവിന്റെ ക്യാരക്ടറിലുള്ള കുറെ ട്രേറ്റ്സ്, കുറെ സ്വഭാവ ഗുണങ്ങളല്ല സ്വഭാവത്തിലുള്ള ഇതൊക്കെ എന്റെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്. ഞാൻ അങ്ങനെ തന്നെയാണ് ആയിരുന്നു. എന്നിട്ടാണോ എല്ലോടി ഇഷ്ടമില്ല, ലവ് ആക്ഷൻ ഡ്രാമ ഇഷ്ടമില്ല പറഞ്ഞേ? പടം ഇഷ്ടമായിരുന്നല്ലേ പറഞ്ഞത്? അങ്ങനല്ലേ എന്ന് വെച്ചാൽ സ്വഭാവം പരിപാടിയും കാര്യം. സിനിമ ടോട്ടലി വരുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഇഷ്ടക്കുറവൊക്കെ ഉണ്ട്, അതൊക്കെ സത്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ അത് ക്യാരക്ടർ ബേസിക്കലി കുറെ ഏരിയകളിൽ നിവിന്റെ മാനറിസവും പരിപാടിയും ഒക്കെ ഞാൻ ചെയ്ത് കൂട്ടിയിരുന്ന ആ സമയത്തുള്ള എൻ്റെ കുറെ മാനറിസം ഉണ്ട്. അപ്പൊ ഈ അർപ്പിത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർപ്പിത എന്നെ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. പെൺകുട്ടിയൊക്കെ എപ്പോഴും ചീത്ത കുട്ടികളായിരിക്കും ഇഷ്ടം, അത് ശ്രദ്ധിച്ചിട്ടില്ല? അതിന്റെ അങ്ങനെ ലോജിക് ഉണ്ട് ശരിക്കും, അതുകൊണ്ട് സത്യമുള്ള കാര്യമാണ്. പൊതുവേ പെൺകുട്ടികൾക്ക് ഒരു ഇതുമില്ലാത്ത പാവപ്പെട്ട ഒരുത്തിനെ, ഒന്നിനും കൊള്ളാത്ത ഒരുത്തിനെ പെൺകുട്ടികൾ സ്നേഹിക്കില്ലെന്ന് ഞാൻ പറഞ്ഞല്ല. എൻ്റെ ഏട്ടനെ ചേച്ചി പ്രേമിച്ചില്ലേ, അപ്പോ സ്നേഹിക്കും. പക്ഷേ സ്നേഹിക്കും, പക്ഷേ പൊതുവെ ഞാൻ പറഞ്ഞ ജനറലി ഇപ്പം ചീത്ത കുട്ടികളോട് പെൺകുട്ടികൾക്ക് തമിഴ് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീത്ത കുട്ടികളോട് പെൺകുട്ടികൾക്ക് ഒരു വേറെ രീതിയിലുള്ള ഒരു ആദ്യം അത് എപ്പോഴും പൊതുവെ തുടങ്ങുന്നതിന് ഒരു വെറുപ്പിലായിരിക്കും തുടങ്ങുക അല്ലേ? വെറുപ്പായിരുന്നു. ആ വെറുപ്പ് പതിയെ സ്നേഹമായി, പ്രണയമായി, അതായത് മനസ്സിലായില്ലേ? അതിന് ഏറിയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറെ കഴിയുമ്പോൾ ഇവർക്ക് തോന്നും ഈ ദുശീലം മാത്രമേ ഉള്ളൂ, ആളൊരു പാവ. ഏത് ഈ ശീലങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഞാനൊരു പാവ, അങ്ങനെ ഒരു തോന്നൽ അവരുടെ മനസ്സിൽ വരികയും ഇവരെ നന്നാക്കണമെന്നും ഇവരെ നന്നാക്കി എടുക്കാൻ പറ്റും, ഇതൊന്നും ഇല്ലെങ്കിൽ ഇവരെന്തൊരു നല്ല മനുഷ്യനാണെന്ന് ഇവർക്ക് തോന്നുന്ന ഒരു പോയിന്റിൽ അവള് സ്നേഹിച്ച് എന്നെ നന്നാക്കാൻ ശ്രമിച്ചു. അവള് പലയിടത്തും തോറ്റ്. ഇപ്പൊ ഞാൻ നല്ല മനുഷ്യനാണ്, അവള് സക്സസ്ഫുൾ വൈഫാണ്. ആ രീതിയിൽ എന്നെ ഒരുപാട് മാറ്റം വരുത്തി അവളുടെ ജീവിതത്തിൽ. അങ്ങനെ ലിസ്റ്റ് എടുത്ത് പറയണ ഒരുപാട് എണ്ണമുണ്ട്. അപ്പോ എല്ലാം മാറ്റി. ഇന്ന് ഞാനൊരു റിഫൈൻഡ് ആയിട്ടുള്ള മറ്റേ റീജുവിനേറ്റ് ചെയ്ത മറ്റേ മനുഷ്യനാണ്. ഇപ്പൊ ചോദ്യത്തിന് ഉത്തരം കിട്ടി. അത് മതി. അപ്പൊ ഏതായാലും നമ്മള് ധ്യാൻ ശ്രീനിവാസിനെ നമ്മളിവിടെ പിടിച്ചിരുത്തിയത് ഉടൽ എന്ന് പറയുന്ന സിനിമയുടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാന്നുള്ള ഉറപ്പിന്മേലാണ്. സംവിധായകനും എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു അത് ചോദിച്ചാൽ മാത്രമേ ധ്യാനിനെ തരത്തുള്ളൂ. വളരെ ബുദ്ധിമുട്ടായി. ഇത് ഫ്യൂഷനാ, എനിക്ക് ഫ്യൂഷൻ വേണ്ട. ഫ്യൂഷൻ, ഇത് ഫ്യൂഷൻ പച്ചമൂര് അല്ലേ, അങ്ങനെയല്ലേ? അപ്പൊ ഏതായാലും അപ്പൊ അതുകൊണ്ട് അതിനകത്തുള്ള എല്ലാവരും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ലവ് ആൻഡ് ലസ്റ്റ് ഇൻസൈഡ് എന്നാണ് അതിന്റെ ടാഗ് ലൈൻ ഉടലിന്റെ. ഏതാണ് ധ്യാനിന്റെ ഉള്ളിൽ കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്? ഇപ്പൊ ലവ്. ഇപ്പൊ എന്റെ ഒരു അഡോളസെന്റ് എന്ന് പറഞ്ഞ എന്താ, ഈ ധ്യാൻ കുറച്ചു കാലം മുന്നേ എന്നെ കേട്ടപ്പോ ഹായ് വീണ ഹൗ ആർ യു എന്ന് ചോദിച്ചേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞ ഫൈൻ. ഓ ഇംഗ്ലീഷ് അപ്പൊ ഞാൻ ചോദിച്ച അഡോളസെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൗമാരപ്രായം. എന്റെ കാര്യം കൗമാരപ്രായം എന്നോട് ചോദിക്കുവാണെങ്കിൽ എനിക്ക് ലെസ്റ്റ് ആയിരിക്കും കൂടുതൽ എന്നുവെച്ചാൽ ആ പ്രായം. കാരണം ആൺകുട്ടികൾക്ക് പൊതുവെ 18-20 വയസ്സിലുള്ള സമയം എന്ന് വെച്ചാൽ ഹൈ സെക്സ് ഡ്രൈവ് ഉണ്ടാവുന്ന സമയമാണ്. കൗതുകം, എല്ലാത്തിനോടുള്ള കൗതുകം അത് ആ സമയത്ത് വളരെയധികം കൂടുതലായിരുന്നു. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം എന്ന് വെച്ചാൽ അന്ന് പൊതുവെ എന്ന് വെച്ചാൽ ആരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയല്ല, ആ കണ്ണിലൂടെ കാണുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന്
സ്നേഹവും പ്രണയവും. അല്ല ആ കാലത്ത് അപ്പൊ ഏതെങ്കിലും സമയത്ത് അർപ്പിതയെ പേടിച്ചിരുന്നോ? പേടിച്ചില്ല, അർപ്പിത എന്നെ പേടിച്ചിരുന്നു. കാരണം എവിടെയെങ്കിലും പോയി ആരെങ്കിലും നാട്ടുകാരൊക്കെ പിടിച്ചു കെട്ടിയിടുവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോയാലും എന്തെങ്കിലും ഒരു വള്ളിക്കെട്ടുമായിട്ടാണ് ഞാൻ വരുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പേടി അവക്കുണ്ടായിരുന്നു. ആണ്. ഇനി ഇതുമായിട്ട് ബന്ധമില്ലാത്ത വേറെ കാര്യം ഇടയ്ക്ക് ചോദിച്ചോട്ടെ. നമ്മളെല്ലാവരും നമ്മുടെ കയ്യിൽ ഫോണൊക്കെ നോക്കുമ്പോഴത്തേക്ക് എല്ലാവരുടെ കയ്യിൽ ആപ്പിൾ ഉണ്ടാവും, സാംസങ് ഉണ്ടാവും. ഞാൻ ധ്യാനിന്റെ കയ്യിൽ മാത്രം ഒരു പ്രത്യേക തരം ഫോൺ നോട്ട് ചെയ്തു. ആ ഫോൺ അതെന്താ സാംസങ് തന്നെയാന്നേ. ആണ്. ഇത് വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത് ഏത് ഫോണാ? ഇത് മറ്റേത് ഇങ്ങനെ ഇങ്ങനെ ഇതാക്കാൻ പറ്റുന്നത് ആണോ? അതെ, എല്ലാവരും ആപ്പിളും അതും ഇതൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും എനിക്കത് വേണ്ട, ഞാൻ വ്യത്യസ്ത. അതെ, അല്ല എന്നാലും ഇതുപോലെയൊക്കെയുള്ള ഫോൺ വാങ്ങാൻ വേണ്ട, ഞാൻ വ്യത്യസ്തനാകാം എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണോ ഈ ഫോൺ? അല്ലല്ല, ഞാൻ ഇത് പണ്ട് മോട്ടോറോളയുടെ ഭയങ്കര ഒരു ഫ്ലാഗ്ഷിപ്പ് അവരുടെ ഒരു മോഡലുണ്ട്, മോട്ടോ റേസർ എന്ന് പറഞ്ഞിട്ട്. അത് ഈ ഫ്ലിപ്പ് ഫോണായിരുന്നു. ആവശ്യമില്ലാത്ത ചോദ്യം, വേറെയാണ് വെറൈറ്റി. അപ്പോൾ ആ ഫോൺ പണ്ട് ഒരുപാട് കാലം എൻ്റെ കയ്യിലുണ്ടായിരുന്ന. അപ്പൊ അതിന്റെ ഒരു ഓർമ്മക്ക് ഇങ്ങനെ ആക്കാം അല്ലോ, അതിങ്ങനെ ആക്കാം. പൊളിച്ചെടുത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇത് ആരെങ്കിലും എടുത്ത് എറിഞ്ഞ് പൊളിക്കേണ്ടി വരും ഇനിയിപ്പോ. അതിന്റെ ഒരു ഓർമ്മക്ക് ഞാൻ കൊണ്ടുനടക്കുന്ന ഫോണാണ് അല്ലേ? അത്ര ഓക്കെ. അപ്പൊ ഏതായാലും ഞാനിനി ഉടൽ ചോദ്യങ്ങൾ കുറച്ച് ചോദിക്കാനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഉടൽ എന്ന് പറഞ്ഞ സിനിമ കുറച്ച് കോംപ്ലിക്കേറ്റഡ് സിനിമയാണ്. കുറച്ച് ഉഡായിപ്പ് കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് എന്ന് ഞാൻ കേട്ടായിരുന്നു. ഉഡായിപ്പ് ആളുകൾ അതിന്റെ പുറകിലുണ്ട്. അതിനകത്ത് ഞാൻ അല്ല, അതിനകത്ത് ഉഡായിപ്പൊന്നുമില്ല. അത് വളരെ വളരെ സീരിയസ് റെലവൻറ്റ് ഈ സമയത്ത് നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിട്ടുള്ള ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്. അത്യാവശ്യം നല്ല ആർട്ടിസ്റ്റ് പെർഫോമൻസും ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ എന്നൊക്കെ പറയുന്ന രീതിയിൽ പോവാം. അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ത്രില്ലർ ആയിരിക്കും. അത് വെൽ മെയ്ഡ്, വെൽ ഷോട്ട് ത്രില്ലർ ആയിരിക്കും. അതെ. നിലവിൽ ഇപ്പൊ എത്ര സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ധ്യാൻ? നിലവിൽ ഇപ്പൊ കമ്മിറ്റ് ചെയ്ത ഒരു 10 ഉണ്ട്. 10 ഉണ്ട്. ഈ 10 തന്നെ കഥയെ കുറിച്ചും അതിനകത്തെ കഥാപാത്രത്തെ കുറിച്ചും ഒക്കെ വ്യക്തമായ ധാരണയുണ്ടോ? ഉണ്ട്, അങ്ങനെ ഉണ്ട്. പക്ഷെ അവിടെ എത്തുമ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൈസ വാങ്ങിക്കുമ്പോൾ എന്നോട് ചോദിക്കും കഥയൊക്കെ വായിച്ചെന്ന് പറയും. പിറ്റേ ദിവസം അഡ്വാൻസ് കിട്ടുന്ന തരുന്നൊക്കെ പറയുമല്ലോ. ഞാൻ കഥ പ്രൊഡ്യൂസ് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഇഷ്ടപ്പെട്ടു അങ്ങനെ അഡ്വാൻസ് വാങ്ങിക്കുകയും പിന്നീട് ഷൂട്ടിംഗ് സ്ഥലത്ത് എത്തുന്ന സമയത്ത് ചേട്ടാ അന്ന് ഏതാ ഈ കഥ ഏതായിരുന്നു ചോദിക്കുന്ന ഉണ്ട്. എനിക്ക് ഇപ്പോഴല്ലേ ഈ ഡേറ്റ്. അല്ല അപ്പൊ ഞാൻ കരുതിട്ടെ, അപ്പൊ വിനീതേട്ടൻ എപ്പോഴെങ്കിലും പറയാറുണ്ടോ അതിന് പൊന്ന് ധ്യാനം ഇടയ്ക്കിടയ്ക്ക് എന്താന്ന് നോക്കിയതാ ട്യൂഷനാണോ എന്നുള്ള പേടി. നല്ലതായിരിക്കും, കഴിച്ചു നോക്ക്. കഴിക്കാം. അപ്പൊ അതായത് വിനീതേട്ടൻ എപ്പോഴെങ്കിലും പറയാറുണ്ടോ എടാ സെലക്റ്റീവ് ആയിട്ട് സിനിമ ചെയ്യണം, നീ ഇങ്ങനെ വലിച്ചു വാരി സിനിമകളൊന്നും ചെയ്യരുത്, ഇങ്ങനെയൊക്കെയുള്ള ഉപദേശങ്ങൾ വിനീതേട്ടനോ അച്ഛനോ തരാറുണ്ടോ? എനിക്ക് പുള്ളി ഉപദേശം ഒരു തവണ തന്നിട്ടുള്ളൂ. ആ ഉപദേശം അടിപൊളി ഉപദേശമായിരുന്നു. എന്നുവെച്ചാൽ പുള്ളി എന്നോട് പറഞ്ഞു, ഞാനേ നമുക്കൊരിക്കലും ഒരു പെർഫെക്റ്റ്, നമുക്കൊരു കംപ്ലീറ്റ് നല്ലൊരു സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ഒരു കഥ ചിലപ്പോൾ വരണമെന്നില്ല. ചിലപ്പോൾ ഒരു ആവറേജ് കഥയൊക്കെ ആയിരിക്കും. ശ്രദ്ധിച്ചോളെ, ആവറേജ് കഥയൊക്കെ ആയിരിക്കും. അതിന് നമ്മളിരുന്ന് വർക്ക് ചെയ്ത് നന്നാക്കി എടുത്ത് നമ്മൾ അതിൻ്റെ കൂടെ നിന്ന് ആ സിനിമ നന്നാക്കി എടുക്കണം. അപ്പം കാരണം കംപ്ലീറ്റ് നല്ലൊരു സ്ക്രിപ്റ്റ് സ്ക്രീൻ പ്ലേ വരണമെന്നില്ല. നമ്മളതിനെ കൂടെ ആവറേജ് സാധനങ്ങളാണെങ്കിൽ പോലും അതിനെ നമ്മൾ കൂടെ ഒന്ന് നന്നാക്കി എടുത്ത് നമ്മൾ ഇതാക്കണം. അങ്ങനെ ആ പുള്ളിയുടെ ആ ഒരു അഡ്വൈസ് ഞാൻ കേൾക്കുകയും ഞാൻ 1-2 പടം ചെയ്തത് തൊട്ടിട്ടാണ് ഞാൻ പണ്ട് പടമൊക്കെ പൊട്ടി തുടങ്ങിയത്. നല്ല ആദ്യം പൊട്ടിയത് പുള്ളിയുടേതാ. പടത്തിന്റെ പേര് ഞാൻ പറയുന്നത് മോശമാണ്. പുള്ളിയുടെ അടുപ്പിച്ചൊരു 3 പടം പൊട്ടിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് 2018-19 ആ സമയത്തൊക്കെ ആയിരിക്കും. അടുപ്പിച്ച് പൊട്ടിയത് പുള്ളിയുടെ പടങ്ങളാണ്. അപ്പൊ പുള്ളി എന്നോട് പിന്നെ എപ്പോഴോ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ആ അഡ്വൈസ് നീ എടുക്കണ്ട കേട്ടോ, അത് പാളിപ്പോയിന്ന്. അപ്പോൾ ആ അഡ്വൈസ് അതാണ് എനിക്ക് ആകെ തന്നില്ല അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്യാവണമെന്ന് പറഞ്ഞിട്ട്. കാരണം അങ്ങനെ ഒരു സാധനം വരില്ല. ഒരു പെർഫെക്റ്റ് പരിപാടിയൊക്കെ വരണമെങ്കിൽ അങ്ങനെയുള്ള പടം വരണമെങ്കിൽ നമ്മുടെ അടുത്തോട്ട് വരില്ല. വേറെ നല്ല നടന്മാരുണ്ടല്ലോ, അവരുടെ അടുത്ത് പോകും. നമ്മുടെ അടുത്ത് വരുന്ന ഈ പറഞ്ഞ പോലെ മറ്റേ നേരത്തെ പറഞ്ഞ പോലെ അടി കിട്ടിയ സാധനങ്ങളൊക്കെ നമുക്ക് വരുള്ളൂ. ഇത് നമ്മൾ അല്ലല്ല ഉടൽ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. വെച്ചാൽ ഒരു കംപ്ലീറ്റ് ഗുഡ് സ്ക്രീൻ പ്ലേ ഈ കാലത്ത് എഴുത്തുകാർ എന്ന് വെച്ചാൽ പൊതുവെ നല്ല എഴുത്തുകാർ വളരെ കുറവാണ്, കമ്പാരിറ്റീവ് കുറവാണ്.
ഇല്ല എന്നല്ല, എന്നാലും കുറവാ. വരുന്നുണ്ട്, അതൊന്നും നമ്മുടെ അടുത്തോട്ട് വരുന്നില്ല. എൻ്റെ അടുത്തോട്ട് വരുന്നതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ചെയ്യുന്നത് തരക്കേടില്ലാത്ത സാധനങ്ങൾ ഞാൻ എടുത്ത് പിക്ക് ചെയ്തിട്ട് കുറഞ്ഞ ചെലവിൽ തീർക്കാൻ പറ്റുന്ന സാധനങ്ങൾ എടുത്ത് ചെയ്യാം. ജീവിക്കണ്ടേ വീണ? തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലായി. ധ്യാനെ, നിങ്ങൾ ഈ ചേട്ടനും അനിയനും രണ്ട് ധ്രുവങ്ങളിലത്തെ പോലത്തെ ആൾക്കാരായത് എങ്ങനെയാ? സാധാരണ നമ്മള് ചേട്ടന്റെ കൂടെ വളർന്നു വരുമ്പോഴത്തേക്ക് ഏകദേശം ചേട്ടന്റെ സ്വഭാവം പോലെയൊക്കെ വരാൻ സാധ്യതയുള്ളൂ. പക്ഷെ ഇത് നിങ്ങൾ അങ്ങനെയല്ലേ, ആന ആടും പോലെയാണല്ലോ രണ്ടുപേരും. ഞാനും ആടുപൊള്ളിയായിരിക്കും അല്ലേ? അല്ലേ, അതായത് ഈ സ്വഭാവങ്ങളിൽ ഞങ്ങൾക്ക് ഒരു സിമിലാരിറ്റി കണ്ടെത്താൻ സാധിക്കുന്നില്ല. പ്രോൺസ്, അതെങ്ങനെയാ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എൻറ്റയർലി ഡിഫറെന്റ് ആയ രണ്ടാൾക്കാരായി മാറിയത്? ചേട്ടന്റെ ഒരു സ്വാധീനം ഉണ്ടായിട്ടില്ലേ ജീവിതത്തില്? അത് ഉണ്ടാവാതിരിക്കാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ട്. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞ, ജനിച്ച് നമ്മൾ രണ്ടുപേരും ഇപ്പം ചില ആൾക്കാരിപ്പോൾ ഇപ്പം ഉദാഹരണത്തിന് അച്ഛനെ കണ്ടിട്ട്, ഞാൻ അച്ഛനെ കണ്ട് അച്ഛൻ്റെ ദുശീലങ്ങളും ചീത്തക്കാര്യങ്ങളും പഠിച്ച ആളാണ്. ഓക്കെ, അതായത് അച്ഛൻ്റെ ചീത്ത സൈഡ് പഠിക്കുമല്ലോ. അച്ഛൻ പുകവലിക്കുന്ന കണ്ടിട്ട് അച്ഛനെ പോലെ വലിക്കണം. ചേട്ടൻ നേരെ തിരിച്ചാ, അച്ഛൻ പുകവലിക്കുന്ന കണ്ടിട്ട് ഒരിക്കലും അയാളെ പോലെ പുകവലിച്ച ആരോഗ്യം കെടുത്താൻ പാടില്ല എന്ന് തീരുമാനിക്കും. രണ്ട് പെർസ്പെക്റ്റീവിൻ്റെ വ്യത്യാസമുണ്ട്. അച്ഛൻ രണ്ടെണ്ണം അടിക്കുന്ന കാണുന്ന സമയത്ത് ഞാൻ രണ്ടെണ്ണം അടിക്കും ഇങ്ങനെ, അതൊരു ചേട്ടൻ അത് കണ്ടു. രണ്ട് കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. ചേട്ടൻ തീരുമാനിക്കുന്നു, ഇനി മദ്യവെച്ച് നോക്കൂ, അയാളെന്ന് മദ്യവെച്ച് എന്തൊക്കെയാണ് അയാൾ കാണിച്ചു കൂട്ടുന്നത്. അതായത് അല്ല, അപ്പം ഇത് രണ്ടിനെയും കാഴ്ചപ്പാടില്ല. നമ്മൾ ഒരാളെ കണ്ട് നമ്മൾ അതിൻ്റെ ഫാനായി മാറുന്നതും, നമ്മൾ ഒരാളെ കണ്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നതും, അപ്പം രണ്ട് കാഴ്ചപ്പാടാണ്. അപ്പം ഇത് കുഞ്ഞുനാൾ മുതലേ നമുക്കിടയിൽ ഈ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ അന്ന് കണ്ടതൊക്കെ ഞാൻ സ്വീകരിച്ച് നമ്മൾ ആ വഴിക്ക് ആ റൂട്ടിൽ പോയി കുത്തുവാള എടുത്ത് തെണ്ടി തിരിഞ്ഞ് അവസാനം എങ്ങനെയൊക്കെയോ സിനിമയിലെത്തി. അത് പുള്ളി തന്നെയാണല്ലോ നമ്മളെ സിനിമയെ കൊണ്ടുവന്നത്. എങ്ങനെയെങ്കിലും അനിയൻ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ചേട്ടാ സിനിമയിലേക്ക് കൊണ്ടുവന്നത്? അവിടേക്ക് ഇങ്ങനെ നന്നാവട്ടെ അല്ലേ? ഒരിക്കലും അല്ല, ഒരിക്കലും അല്ല. അങ്ങ് ആലോചിച്ച് നോക്ക്, തട്ടത്തിൻ മറയത്ത് എന്ന് പറഞ്ഞ സിനിമ ചെയ്തതിന് എത്ര സൂപ്പർ ഹിറ്റ് സിനിമ ചെയ്തു പുള്ളി. അതിനുശേഷമാണ് തിരാന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നത്. എന്നെപ്പോലത്തെ ഒരു അലവലാദീന സിനിമയെ കൊണ്ടുവരണം എന്ന് പുള്ളി ഒരാൾ ചിന്തിക്കുമോ? കാരണം ഒന്ന് സിനിമയോട് യാതൊരു പാഷനും ഇല്ലാന്ന് പുള്ളിക്കറിയാം. തലതെറിച്ച ആൾക്കാരെയൊക്കെ കൊണ്ട് സിനിമയിലോട്ടാണ് കൊണ്ടുവരുന്നത്. അല്ല, അങ്ങനെയൊന്നും, അങ്ങനെ ചെയ്യുന്ന ഒരു ബുദ്ധിയില്ലാത്ത വ്യക്തിയാണ് വിനീത് ശ്രീനിവാസൻ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും അല്ല. പരിചയമുണ്ടല്ലോ, ഇത്രയും കണ്ണിങ് കള്ളത്തരേ പറയുവായ തുറന്ന അങ്ങനെയുള്ളൊരു മനുഷ്യൻ സ്വന്തം സിനിമ എന്നുവെച്ചാൽ അത്രയും സൂപ്പർ ഹിറ്റ് സിനിമ ചെയ്തതിന് ശേഷം അടുത്ത തട്ടത്തിൻ മറയത്ത് എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റിന് സിനിമയ്ക്ക് ശേഷം തിര എന്ന് പറഞ്ഞ സിനിമ സംഭവിക്കുക. അപ്പോൾ 10 പൈസയുടെ അഭിനയവും ഒന്നുമില്ലാത്ത ഒരാളെ പിടിച്ചിട്ട് ആ റോള് ചെയ്യാൻ വിളിക്കുമോ? ഇല്ല, വിളിക്കൂല. കാരണം സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം വരുന്ന സിനിമ അതിനേക്കാളും ഹിറ്റ് ആവണം, വലുതാവണം. ഓക്കെ, അതും ശോഭന ചേച്ചിന്റെ ഓപ്പോസിറ്റ് എന്നെ പോലത്തെ ഒരാളെ പിടിച്ചിടുമ്പോൾ പുള്ളി 100 തവണ ആലോചിച്ചിട്ടുണ്ടാവില്ലേ? കാരണം അത്രയും നല്ല നടനായിരുന്നു പുള്ളി. ഒന്നും കൊണ്ടല്ല, ഞാൻ പറയട്ടെ, അന്ന് ഞാനൊരു ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. അത് പുള്ളീനെ പറ്റിക്കാൻ വേണ്ടി ഞാൻ കാശ് ഇതാക്കിയിട്ട് പുള്ളീനെ പറ്റിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. അതിൽ ആർട്ടിസ്റ്റിന് കാശ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ അഭിനയിച്ചു, ഒരു വഴിയില്ലാതെ. കാരണം അതിൻ്റെ കാശടക്കം ഞാൻ മുക്കി. അപ്പോൾ ഞാൻ അഭിനയിച്ചത് കണ്ടിട്ട്, അപ്പോൾ എനിക്കിത് പുള്ളിനെ കാണിക്കാൻ വേണ്ടി, കാരണം ഞാനാണല്ലോ അഭിനയിച്ചിരിക്കുന്നത്. ഈ അഭിനയം കണ്ടിട്ട് പുള്ളി എന്നെ ഒരു ദിവസം വിളിച്ചിട്ട്, ഞാൻ കണ്ടു ആ ഷോർട്ട് ഫിലിം, ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന്. താങ്ക് യു. പുള്ളിയുടെ കാശ് മുക്കിയതാ ഞാൻ, ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പുള്ളി വന്ന് പറഞ്ഞത്, ഞാൻ ഒരു സിനിമ തട്ടത്തിൻ മറത്തിൽ ഞാൻ സിനിമ തിരാന്നാണ്, അങ്ങനെ പേരിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഞാൻ അതിലൊന്ന് ചെയ്യാം, എന്നെ റിക്വസ്റ്റ് ചെയ്യാണ് എൻ്റെ അടുത്ത്. ഞാൻ ആലോചിക്കട്ടെ. അപ്പൊ ഞാൻ എന്റെ പോയിന്റ് മനസ്സിലായോ? എന്നെ പുള്ളി നന്നാക്കാൻ വേണ്ടി കൊണ്ടുവന്നല്ല, പുള്ളിയുടെ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു സാധനം വന്നപ്പോ എന്നിലുള്ള അഭിനേതാവിനെ ആ സംവിധായകൻ തിരിച്ചറിഞ്ഞു. അതെ, സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആ അഭിനേതാവിനോട് സംവിധായകൻ എന്താ പറഞ്ഞത്? അതെന്ത് സിനിമ കണ്ടില്ലേ? തിര കണ്ടില്ലേ? അടുത്ത അത്രയും ഡീസന്റ് വൃത്തിയുള്ള നല്ല ഡെബ്യൂ ആയിരുന്നില്ലേ ഒരു നടന. പിന്നീട് അങ്ങോട്ടുള്ള വിട്ടേക്ക്. തുടക്കം ആലോചിച്ച് നോക്കൂ, ഗംഭീര തുടക്കം വരുന്നില്ലേ? അത് അന്ന് നമ്മൾ ഫിലിമല്ല, ഡിജിറ്റൽ പോലും അല്ല.
ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നു, ഓപ്പോസിറ്റ് നിൽക്കുന്ന ശോഭന മാം, ഇങ്ങനത്തെ ഒരാളെ ഓപ്പോസിറ്റ് നമ്മൾ പിടിച്ച് നിർത്തുമ്പോൾ 10 പൈസയുടെ അഭിനയം ഒന്നും അറിഞ്ഞൂടാ, എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. ആകെ ഏട്ടനെ മുക്കി കാശ് മുക്കാൻ വേണ്ടി ചെയ്ത ആ ഷോർട്ട് ഫിലിം ഒഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡ്രാമയോ തിയേറ്ററിലോ മറ്റേ ഒരു തിയേറ്റർ ഡ്രാമയോ മറ്റേ സ്കൂളിൽ പോലും എല്ലാ പങ്കെടുത്ത പരിപാടിയിലൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന എന്നെ പിടിച്ചിട്ട് ഒരു സിനിമയെ കൊണ്ടിടും. അത്ര റിസ്ക് എടുത്തതെന്ന് വെച്ചാൽ എന്നിലുള്ള അഭിനേതാവിനെ പുള്ളി തിരിച്ചറിഞ്ഞു. എനിക്ക് മനസ്സിലായി. അല്ല, അത് കഴിഞ്ഞിട്ട് ഈ അഭിനേതാവുമായിട്ട് സിനിമ എടുക്കണതിനിടയിൽ അടി ഉണ്ടായിരുന്നു, അതോ വിനീതേട്ടൻ ഭയങ്കര സംയമനം പാലിച്ച് നിന്നായിരുന്നു? ഞാനെല്ലാം കറക്റ്റായിട്ടല്ലേ ചെയ്യുന്നത്. പുള്ളിക്ക് എന്താ ഞാൻ ചോദിക്കുക ഏത് റിയാക്ഷനാണ് ഇപ്പോൾ വേണ്ടത്? 2 ഷോട്ട് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി അസിസ്റ്റന്റ് ഡയറക്ടർ ആയതിനു ശേഷമാണ് ഞാൻ സിനിമയിൽ വന്ന് അഭിനയിക്കുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആയതിനു ശേഷം അഭിനയിക്കുന്നതുകൊണ്ട് തന്നെ അവർക്കൊന്നും പ്രത്യേകിച്ച് എന്നോട് പറയാം, കാരണം എനിക്കറിയാം ഇതല്ലേ ഫോക്കസ് എടുക്കും. ഞാൻ കട്ടൻ ജാടയായിരുന്നു അവിടെ, കാരണം ഞാൻ AD ആയിട്ട് വരുന്ന റെഡി ഫോക്കസ് എടുക്കും, ഇവിടെ മാർക്ക് ഏതാണ്, പുതിയ വന്ന ആളുടെ മാർക്ക് ഏതാണ് മോനെ, ഇതാണേ മാർക്ക്, അവിടെ നിൽക്കും എന്നൊക്കെ പറയാം. ഞാൻ വന്നിട്ട് എങ്ങനെയാ മാർക്ക് ഏതാണ്, മാർക്ക് ഇടും. ഭയങ്കര ജാടയായിരുന്നു ഫസ്റ്റ് പടത്തിൽ തന്നെ. പുള്ളി അവർ കാണുമ്പോൾ കൊള്ളാം, അറിയാം കാര്യങ്ങളൊക്കെ ഇവനെ അറിയാം. ഇതിലെ പോയിന്റ് എന്താണ്, ഒരിക്കലും വിനീത് ശ്രീനിവാസൻ എന്ന ഒരാൾ തട്ടത്തൻ മറയെന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം എന്നെ നന്നാക്കാൻ വേണ്ടി സിനിമയെ കൊണ്ടിട്ടതല്ല. എത്രാമത്തെ തവണയാണ് എന്റെ ദൈവമേ പറയുന്നത് എന്നിലെ അഭിനേതാവിനെ തിരിച്ചറിഞ്ഞു എന്ന്. ഇടയ്ക്ക് സ്വയം സംശയം തോന്നാറുണ്ടോ എന്നിലെ അഭിനേതാവിനെ കുറിച്ച്? പുള്ളി മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. ഏതായാലും തിരിച്ചറിഞ്ഞോണ്ടെന്ന് തോന്നുന്നു, പിന്നെ വിളിച്ചിട്ട്. ഏതായാലും അപ്പൊ നമ്മൾ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കളിക്കാൻ പറ്റുന്ന ഒരു നല്ല ഗെയിം എന്റെ കയ്യിലുണ്ട്. ആ ഗെയിം ഞാൻ എടുക്കട്ടെ. അതായത് ആ ഗെയിമിന്റെ പേര് സിനിമ പാട്ട് പാടുക എന്നുള്ള ഗെയിമാണ്. അതായത് ഞാൻ എന്താ ഗെയിം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നല്ല ഒന്നാന്തരം മലയാള സിനിമയിലെ പാട്ടുകൾ അതേപടി തന്നെ ഇംഗ്ലീഷിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഏതാണ് ഈ പാട്ടെന്ന് കണ്ടുപിടിച്ച് പാടുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലത്തെ ടാസ്ക്. വെറൈറ്റി കൊണ്ടുവരണം എന്നുള്ള ഞങ്ങളുടെ ആ ഒരു പ്രതീക്ഷയുടെ പുറത്ത് കൊണ്ടുവന്നേക്കുന്ന വെറൈറ്റിയാണ് ഇതൊക്കെ. എന്തിനും പറയാനുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ചിക്കനിലേക്ക് നോക്കുന്നു. പാട്ട് പാടുക എന്നുള്ളതാണ്. ആ നടനെ വിനീതേട്ടൻ തിരിച്ചറിഞ്ഞില്ലേ, ആ ഗായകനെ ഞാനിന്ന് തിരിച്ചറിയും. അത് ഉത്തരം കിട്ടിയാലല്ലേ ഇതിന് പാടേണ്ട കാര്യം. അല്ല, അല്ലെങ്കിൽ അത് പണിഷ്മെന്റ് ആയിട്ട് പാടണം. ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരും അത് പണിഷ്മെന്റ് പാട്ട് പാടുക എന്നുള്ളത്. എന്തായാലും പാടണം. എന്നാ പിന്നെ ഒരു 3 പാട്ട് ഞാൻ ഇപ്പോഴേ പാടിയാൽ പോലെ. ഇല്ല അപ്പൊ പിന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ട എന്തിനാണ്? അതുകൊണ്ട് ഇതിന് ഇഷ്ടമുള്ളതൊക്കെ എടുത്തോ. എത്ര എണ്ണം പാടണം? 3 എണ്ണം. 3 പാട്ട് പാടണം. എനിക്ക് 3. ഏത് ഭാഷ? അത് ഞാൻ എന്റെ റണ്ണിങ് ലെറ്റേഴ്സ് ആണ്. നന്നായിട്ടല്ലേ? ഒച്ചല് വായിച്ചോ? When I saw my girl, a lightning struck deep inside me. ഈ പാട്ട് ഏതാന്ന് എനിക്ക് സത്യമായിട്ട് അറിയാൻ പാടില്ല. പ്രൊഡ്യൂസർക്ക് മാത്രമേ അറിയുള്ളൂ ഈ പാട്ട് ഏതാണെന്ന്. പിന്നെ ഇപ്പൊ my heart plumbed. ആർക്കറിയാം? To reach near her. പ്ലംബോ? ഞാൻ എൻ്റെ പെൺകുട്ടി കണ്ടപ്പോൾ മിന്നലടിച്ച് ചത്തു. ഇത് എനിക്കറിയില്ല. When I saw my girl, a lightning struck deep inside me. ഏത് സിനിമയാണ്? ഹാപ്പി വെഡിങ്. പടത്തിന്റെ ക്ലൂ കിട്ടിയല്ലോ, അറിയില്ല. ഇത് ഏത് പാട്ടാണ്? ഇത് ഏത് പാട്ടാണെന്ന് പ്രൊഡ്യൂസർ എന്നെ ഇവിടെ പാടി കേൾപ്പിക്കണം കേട്ടോ. ഇത് ആദ്യം ഇത് കണ്ടുപിടിച്ച പ്രൊഡ്യൂസറോ? ഇതൊരു 2 വരി പാടിക്ക്. ഇത് ഞാൻ പാട്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ടോ നോക്ക്. എന്റെ പെണ്ണിനെ ഞാനൊന്ന് കണ്ടൊരു നേരം ഉള്ളിനുള്ളിൽ ഒരു മിന്നലടിച്ചു. കേട്ടിട്ടുണ്ടോ? ഇല്ല. ഞാനും കേട്ടിട്ടുണ്ട്. എക്സ്പ്രഷൻ ഉണ്ട്, എനിക്കും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ വേറെ വരാം. വേറെ വേണ്ട, എല്ലാം ഈ സ്റ്റാൻഡേർഡേ ഉള്ളൂ. The day when the door opened unknowingly, someone stepped into my life. ഏതാ പാട്ടെന്ന് അറിയാമോ? Eyes without blinking them. എന്ത് കേട്ടിട്ടും ഒരു എക്സ്പ്രഷൻ പോലെ മാറാതെ. The day, ആ ദിവസം കഥക് തുറന്നപ്പോൾ അറിയാതെ. കഥകിന്റെ പര്യായം എന്താ? വാതിൽ. 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 The day when the door opened. വാതിൽ അറിയാതെ വാതിൽ തുറന്നപ്പോൾ. വാതിൽ. അല്ല, വാതിൽ. വാതിൽ.
ഏത് വാതിൽ? ഓക്കെ, someone stepped into my life unknowingly. അതെങ്ങനെയാ unknowingly എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ആരോ നമ്മുടെ ലൈഫിൽ സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. അറിയാതെ വിനീതേട്ടൻ പാടിയ പാട്ടാണ്. ഫുള്ള് ഇതുപോലത്തെ പാട്ടൊക്കെ എന്തിനാ? ഐസ് വിത്തൗട്ട് ബ്ലിങ്കിങ് ദ വിൻഡോ. എനിക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് പോലും മറന്നു പോകുന്ന എനിക്ക് തോന്നുന്നു ഇത് വായിച്ച. when the door opened unknowingly. അതല്ല, വിത്തൗട്ട് ബ്ലിങ്കിങ് ദ വിൻഡോ. ഇത് തെറ്റാണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി പോലും പ്രൊഡ്യൂസറിനല്ലല്ലോ. എനിക്ക് ഞാൻ പറഞ്ഞുതരാം. വാതിൽ മെല്ലെ തുറന്നൊരു നാളിൽ അറിയാതെ. ഇപ്പൊ അത് ചേട്ടനല്ല പാടിയത് അല്ലേ? അല്ല. എന്താണ് എങ്കിൽ പിന്നെ ഇനി അതങ്ങ് പാടിക്കോ ധ്യാനെ. എനിക്കറിയാം ഫസ്റ്റ് ഞാൻ പാട്ടായതൊന്നും കണ്ടുപിടിക്കും. അത് ശരിയാട്ടോ, അത് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ മിസ്റ്റേക്ക്. അതുകൊണ്ട് ഇതും കൂടെ ഞാൻ അങ്ങനെ വിട്ടു തന്നേക്കുന്നു. ഐ ഗോ എവറി ഡേ ടു സീ ഹർ. ഞാൻ എല്ലാ ദിവസവും അവളെ കാണാൻ പോകും. ഐ സീ ഹർ ഡെയിലി വിത്തൗട്ട് മിസ്സിംഗ് എ ഡേ. I see her daily without missing day. It's a pain I submerged in me for a long time. ഇത് പുള്ളി എനിക്കൊന്നും ഇതിന്റെ ഇതാരാ ഇത് ചോദ്യം? പ്രൊഡ്യൂസർ ഇത് എനിക്ക് വരെ പിടി കിട്ടി. ആണോ? അയ്യോ, എന്തായിരുന്നു? ഐ ഗോ എവറി ഡേ ടു സീ ഹർ. ഞാൻ അവളെ കാണാൻ എന്നും പോകും. ഞാൻ അവളെ കാണാൻ പോകും. പതിവായി ഞാൻ അവളെ കാണാൻ പോകാറുണ്ട്. അത് അതിന്റെ അപ്പുറത്ത് അറിഞ്ഞൂടാ. ഐ സീ ഹർ ഡെയിലി വിത്തൗട്ട്. പതിവായി ഞാൻ അവളെ കാണാൻ പോകാറുണ്ട്. പിന്നെന്തായിരുന്നു? വിത്തൗട്ട് മിസ്സിംഗ് എ ഡേ. പതിവൊന്നും തെറ്റാതെ ഞാൻ കാണാറുണ്ട്. ആദ്യമായിട്ട് ഒരെണ്ണം എനിക്ക് ഇപ്പൊ കൊള്ളാം. ടാസ്ക് കൊള്ളാം. What will happen? What will this happen? വേണ്ട. എന്ത് പറ്റും? What will happen? എന്ത് പറ്റും? ഇത് പറ്റും. What will this happen to me? Like a syringe hit my heart. അതെന്താ? അപ്പൊ എന്താ? Like a syringe hit my heart. എന്താണ് സിറിഞ്ച് എന്ന് പറഞ്ഞ സൂചി? വീണന്റെ ലെവലല്ല, അളിയന്റെ ലെവൽ. വീണക്ക് പോലെ ഇതിനേക്കാൾ സ്റ്റാൻഡേർഡ് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. വാട്ട് വിൽ ഹാപ്പൻ? നെഞ്ചിൽ പഞ്ചമാണ്. അതാണ്. അല്ല, നെഞ്ചിൽ സൂചി കൊണ്ട്. നെഞ്ചിൽ സൂചി കൊണ്ട പോലെ എന്താണോ വാട്ട് വിൽ ഹാപ്പൻ? അതല്ലേ? The trouble that happened when someone untying the knot he made. അതന്നെ, അത് സിമ്പിൾ അല്ലേ? ഈ കളി ഇടക്കിടെ കളിക്കാറുണ്ട് ഞങ്ങൾ ഓഫീസിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ. The trouble when we fall into the pit that we made for each other. അതായത് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പാടില്ല. ആ നോട്ടല്ല, കെ നോട്ടി നോട്ടല്ലേ? നോട്ട്. കുരുക്ക്. Trouble that happened when someone untying the knot. He made. അവൻ തന്നെ ഉണ്ടാക്കിയ. അവനവൻ കുരുക്കുന്ന ഗുലുമാൽ. ഗുലുമാൽ എവിടെ? ഗുലുമാൽ എവിടെ? അതാണ്. ഗുലുമാലി ട്രബിളാണ്. എന്തായാലും ഞാനേ ഇത്രയും ക്ഷീണം എനിക്ക് പോലും ഇതുവരെ ഈ ഗെയിം ഇന്ന് വരെ കളിച്ചിട്ട് ഇത്രയും ക്ഷീണം ഞാൻ പോലും അനുഭവിച്ചിട്ടില്ല. ഇത് കുറച്ച് ഓവറായിരുന്നെന്ന് എനിക്ക് എന്നെ മനസ്സിലാവുന്നുണ്ട്. കുഴപ്പമില്ല. സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഗെയിം. നമ്മുടെ ഒരു സ്റ്റാൻഡേർഡിന് പറ്റിയ ഞങ്ങളുടെ സ്റ്റാൻഡേർഡിന് പറ്റിയ ഗെയിം അല്ലാതായി പോയി. ദാറ്റ്സ് ഓക്കെ. ഏതായാലും കുറച്ച് ഉടൽ കാര്യങ്ങളും കൂടെ ചോദിക്കട്ടെ. ആ പോസ്റ്ററിലൊക്കെ ധ്യാന്റെ ഒരു പ്രത്യേകതര എക്സ്പ്രഷൻ മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ എക്സ്പ്രഷൻ മൊത്തം പടത്തിലാ എക്സ്പ്രഷൻ. അതെങ്ങനെയായിരുന്നു എക്സ്പ്രഷൻ ഒന്ന് കാണിച്ചു തരുമോ? അത് എക്സ്പ്രഷൻ എന്ന് അറിയാമോ? ഇടയ്ക്ക് കഥ മനസ്സിലാവില്ലല്ലോ, ആ സാധനമാണത്. പേടിച്ച് പടച്ചോനെ ഡയറക്ടർ അങ്ങനത്തെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ. കഥ അറിയില്ല, ഏതാ സീന്, സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല, എന്ത് ചെയ്യും, പെട്ടെന്ന് തീരും, എത്രയോ ആവോ, സമയം എടുക്കൂ, അങ്ങനത്തെ എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ. അല്ല, ഞാൻ പൊതുവേ ആ എക്സ്പ്രഷനാണ് എനിക്ക് വരാറ്. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു പുള്ളിക്ക് എൻ്റെ മനസ്സ് കറക്റ്റായിട്ട് അറിയാം ഞാൻ മടിയനാണെന്നുള്ള കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല,
ഞാൻ പറഞ്ഞ നമ്മളെ കൃത്യമായിട്ട് ആസ് എൻ ആക്ടർ പുള്ളിക്ക് മനസ്സിലായി ഫസ്റ്റ് 2 ദിവസത്തിനുള്ളിൽ തന്നെ. പുള്ളി പറയുന്നതേ ഞാൻ ചെയ്യാറുള്ളൂ. ഒന്ന് നമ്മുടെ സൈഡിൽ നിന്ന് ഞാൻ ഏതെങ്കിലും മൂലക്കെങ്കിലും ഇരിക്കും, ഞാൻ ബാബാ നമുക്ക് മറ്റേ സാധനം ഇപ്പം എന്താ ചേട്ടാ ചെയ്യേണ്ടത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിപ്പം നമുക്ക് ഇതാണ് വേണ്ടത്, ഇതാണ് വേണ്ടത്. ഇപ്പം ചിലവർ മെത്തേഡ്, ഇപ്പം ദുർഗ ഏതൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു കേട്ടോ, പുള്ളിക്കാരിക്ക് അതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ടായിരുന്നു പരിപാടി. എനിക്ക് ഒരു ഹാങ് ഓവറും ഇല്ല, ഒരു തേങ്ങയില്ല. വൈകുന്നേരമാകുമ്പോൾ മറ്റേ സ്കൂൾ വിടുന്ന പോലെ ഫസ്റ്റ് ഞാൻ ഓടിപ്പോകും കാർക്ക്. ഫസ്റ്റ് സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് കുട്ടികൾ ഓടിപ്പോകൂലേ, അതുപോലെ എന്ന് വെച്ചാൽ പാക്കപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് വിട്ടിട്ടുണ്ടോ. അപ്പോഴാണ് കുറച്ച് ആൾക്കാർ ഏത് ഇങ്ങനെ എന്റെ പൊന്ന് ധ്യാനെ കുറച്ചുകൂടെ മെച്ചോർഡായിട്ട് പെരുമാറി കൂടാന്ന് ചോദിച്ചിട്ടില്ല. ഇല്ലേ, ഞാൻ പെട്ടെന്ന് തീരണ്ടോണ്ട് ഞാൻ നേരത്തെ വരും. കറക്റ്റ് സമയത്തെത്തും, നല്ല പെട്ടെന്ന് തീരുള്ളൂ, അതുകൊണ്ട് കറക്റ്റ് സമയത്തെത്തും. എനിക്ക് നേരത്തെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ കഥാപാത്രമായിട്ടിരിക്കണം അങ്ങനെ ഒരു ചോദ്യമല്ലേ. ഇപ്പൊ കഥാപാത്രമായിട്ട് ഇരിക്കണം. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു വെച്ചോ, വെറുതെ ഇരിക്കും. അപ്പൊ വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും എൻ്റെ പലപ്പോഴുള്ള ഭാവം ഇതാണ്, എന്ത് അടുത്തിട്ട്. അപ്പൊ ആ ഭാവമാണ് അത്ര അതിനകത്ത് വേണ്ടത് പല സ്ഥലങ്ങളിലും. ഏത് ദേഷ്യം, ഇത് ഉച്ചക്കത്തെ എല്ലാം ഫുഡ് ശരിയായില്ല, ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നം. ചായക്ക് ഉപ്പില്ല, മധുരമില്ല എന്നൊക്കെ പറയുന്ന പോലെ ഇതിനെന്താ ഉപ്പ്, ഇത് പരിപ്പിലെന്താ ഉപ്പില്ലാത്തെന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റിനോടൊക്കെ ചോദിക്കായിരിക്കും. അപ്പോൾ അതാണ് മൂഡ്. ഞാൻ ചില പടങ്ങളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അതാ അവസ്ഥ, അത് പിടിക്കും കേട്ടോ. ഏത് ചായക്ക് മധുരമില്ല നാ റിയാക്ഷൻ, ഓക്കെ അതുപോലത്തെ ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത്. എൻ്റെ പ്രശ്നങ്ങളൊക്കെ വേറെ പലതും വന്നേ. എന്റെ ധ്യാനം എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നത്? ഞാൻ ആരോടെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ 2000 തിരയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന തിരയിലുള്ള ആ ആംഗ്രി യങ് മാൻ ഇല്ലേ, ഞാൻ ഭയങ്കര ആംഗ്രി യങ് മാൻ ആയിരുന്നു ആ സമയത്ത്. അങ്ങനെ ആംഗ്രി ഞാൻ ആ സമയത്ത് ഭയങ്കര ആംഗ്രി യങ് മാൻ എന്ന സമയത്ത് ഈ ബേസിൽ എന്ന് പറഞ്ഞ അവൻ എന്നെ കൊണ്ടുപോയി കുഞ്ഞിരാമായണം ചെയ്യിപ്പിച്ച് എന്നെ പൊട്ടനാക്കിയതോടുകൂടി എൻ്റെ ഇമേജ് മൊത്തം എന്ന് വെച്ചാൽ അർജുൻ റെഡ്ഡി ആയിരുന്ന ഞാൻ ഇങ്ങനെ ഇരുന്ന ഞാൻ എന്നെ മറ്റേ പൊട്ടൻ ലാലു ആക്കി എന്നെ പുറത്തുള്ള ആൾക്കാർ പോലും പിന്നെ ഞാൻ ആംഗ്രി കാണിച്ചാലും കോമഡി എന്ന് പറയുന്ന അവസ്ഥാനം വെച്ച് കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ എന്നെ പൊട്ടനായിക്കളഞ്ഞ ഇവൻ. ഞാൻ ദേഷ്യപ്പെട്ടാൽ പോലും ആൾക്കാർക്ക് എന്ന് കാണിച്ചാൽ പോലും കോമഡി പറയുന്ന ഇപ്പൊ ഞാൻ ദേഷ്യപ്പെട്ടാൽ പോലും ലാലുവിന്റെ ദേഷ്യം പോലെ കാണുന്നുള്ളൂ. അങ്ങനെ ഒരു കാര്യമില്ല, എന്റെ ദേഷ്യം നേക്കൂല. കലിപ്പൊക്കെ കാണിക്കുമ്പോ ആൾക്കാർക്ക് ഇപ്പൊ ചിരിയാ. ഞാനതല്ല ഇപ്പൊ അടുത്ത് മറ്റേ പോലീസായിട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ കോമഡി വലിയ പാടാ ഇമേജ് ബ്രേക്ക് ചെയ്ത് വരാൻ. പൊട്ടനാ ഇമേജ്, പക്ഷെ കുഴപ്പമില്ല, അവനും ആ പൊട്ടൻ ഇമേജ് ഉണ്ട്. അതുകൊണ്ട് പോലോ മരപ്പൊട്ടൻ ഇമേജ് അവന്. ജാനമനില്ലേ, പിന്നെ വേറെ കാര്യമുണ്ട്, അവന്റെ ആ ഇമേജ് മാത്രമല്ല അവൻ ജീവിതത്തിലും അങ്ങനെയാ. എനിക്ക് ഇമേജ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ജീവിതം സീരിയസ് ആണ്. യൂണിഫോമിന്റെ ഷർട്ട് ഊരിയിട്ട് ടീഷർട്ട് ഇട്ടിട്ടായിരിക്കും ഉണ്ടാവുക. ഒരു ബിയർ ഇങ്ങനെ എടുത്തിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ച് ഇതിങ്ങനെ കയറ്റി ഒരു 2 ബിയർ ഇങ്ങനെ വാങ്ങിച്ചിട്ട് ബൈക്കിലോട്ട് ഇങ്ങനെ കയറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നതും അച്ഛനൊരു സിഗ്നലിൽ വന്ന് ഇങ്ങനെ നിന്നിട്ട് അച്ഛൻ എവിടെയോ പുറത്ത് വേണ്ടി നിൽക്കുക. രാവിലെ പരീക്ഷ എന്ന് പറഞ്ഞിട്ട് പോയവനാ. ഓക്കെ. കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ.